നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. പൂജ 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 ഡോ 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 എഴുന്നേക്കടോ ഡോ. അയ്യേ എന്തു വേണ്ടെന്ന് എന്താടോ? ഒന്നുമില്ല. എന്ത് കിടപ്പായിരുന്നോടോ തൻ്റെത്? എന്തു പറ്റി? അല്ല, സാധാരണ കിടക്കുന്നിടത്തുനിന്ന് അനങ്ങാതെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്ന ആളാ താൻ. ഇതൊരുമാതിരി മൺട്രോ തുരുത്തിലെ എസ് വളവ് പോലെ ഉണ്ടായിരുന്നു കിടപ്പ്. ഇനി ഉറക്കത്തിലെ കിടപ്പ് ശരിയാക്കണം എന്റെ കർത്താവേ. ഇന്നേ എഴുന്നേറ്റപ്പോ വല്ലാത്തൊരു തലവേദന. അത് സാരമില്ല, മരുന്നിന്റെ കെട്ട് പോകുമ്പോ ശരിയായിക്കോളും. മരുന്നിന്റെ കേട്ടോ? അജുവേട്ടൻ മരുന്ന് കഴിക്കുന്നില്ലേ? അതിന്റെ ആവും. അങ്ങനെ ഞാൻ പറഞ്ഞേ. അതിന് എനിക്കിപ്പോ മരുന്നുകളൊന്നും ഇല്ലല്ലോ. ഇന്നലെ ഞാനൊന്നും കഴിച്ചതുമില്ല. ഇല്ലേ? പിന്നെന്താണോ? താനും താങ്ങ്, ബാത്റൂമിൽ പോണം. ഓ, തുടങ്ങി താങ്ങാൻ. പാടൂ. വരുന്നേ. വാ. എന്നാ പിന്നെ നടന്നാ പോരെ, വെറുതെ മെനക്കിട്ടു. പതുക്കെ. പതുക്കെ. പോയി പല്ലേക്ക്, പല്ല് തേക്ക്. ഇനി ഏത് സമയത്തും അർജുൻ ഭർത്താവിന്റെ എല്ലാ അവകാശങ്ങളോടും പെരുമാറാൻ തുടങ്ങും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം. വല്ലതും കുത്തിവെച്ച് ഇയാളെ അങ്ങ് തളർത്തി കിടത്തിയാലോ? അത് പിന്നെ പാരയാവും. വേറെന്ത് ചെയ്യും? ആ ഹേമേന്ദ്രനാണെങ്കിൽ പിന്നീട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അയാളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എവിടെ പോയി കിടക്കുന്നു? ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഈ അർജുന്റെ അടുത്ത്. വളരെ ഷാർപ്പായ ആളാണ് അർജുൻ. പെരുമാറ്റത്തിലെ ചെറിയൊരു മാറ്റം പോലും അവൻ കണ്ടുപിടിക്കും. സോ ഇവന് മുമ്പിൽ നീ വളരെ കെയർഫുൾ ആയിരിക്കണം.
കാര്യങ്ങൾ ഓരോന്നായിട്ട് നിന്റെ വരുതിയിലായ ഓരോന്നിനെ ഓരോന്നായിട്ട് വകവരുത്താം. മോളെ ഇറങ്ങ്. അവരെന്തെങ്കിലും പറയാതിരിക്കില്ല. മോളത് കാര്യമാക്കണ്ട. ആ താൻ വിട്ടോ. എടാ മോനെ അഭി, മോളെ അഹല്യേ, ദേ വന്നിരിക്കുന്നു നിങ്ങളുടെ തള്ളയും ചേച്ചിയും. പേടിക്കണ്ട മോളെ. ഇത്രയും കാലം ഞാൻ പേടിച്ചു കഴിഞ്ഞതിന്റെ ഹുങ്ക ഇനി ഞാൻ പേടിക്കാൻ പോകുന്നില്ല. നീ വാ. എങ്ങോട്ടാ? എങ്ങോട്ടാണെന്നോ അത് ചോദിക്കാൻ നീ ആരാടാ? വാ മോളെ. ഇവിടെയും കൊണ്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. കഴിവാ, തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇവിടെ ഇതിനകത്തേക്ക് കയറ്റാൻ പറ്റില്ലെന്ന്. ഇതപ്പോ തന്റെയും കൂടി പദ്ധതിയാണല്ലേ? ഇവരവരുടെ സ്വന്തം വീട്ടിലേക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവരുന്നതിന് ഞാനെന്ത് പിഴച്ചു മോനെ? ഓഹോ, അപ്പൊ അങ്ങനെയാണോ? നാളെ ഇവർക്ക് ഇഷ്ടമുള്ള ഒരു ആണൊരുത്തിനെയും കൊണ്ട് വന്നാ ഞാനും എന്റെ അച്ഛനും സഹിക്കണമെന്നാണോ? വേണ്ടാതിനം പറയരുത്, നാവ് പുഴുത്തു പോവും. അവൻ പറയുന്ന എങ്ങനെയാണോ വേണ്ടാതീനാവുന്നേ? ഒരു കാലത്ത് താൻ കൂടി ചേർന്നല്ലായിരുന്നോ ഇവരുടെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുള്ളത്? അവസാനം അതിന്റെ നിത്യസ്മാരകമായി ഇവളെ കിട്ടിയപ്പോ അതിനെ ഇല്ലാതാക്കാൻ താൻ തന്നെയല്ലേ കൂട്ടുനിന്നത്? വെറുതെ സംസാരിച്ച് സമയം കളയാതെ അവളെ കൊണ്ട് ആ മുദ്രപത്രത്തിൽ ഒപ്പിടിച്ച് വാങ്ങിക്കുള്ള വഴി നോക്കടാ പിള്ളേരെ. എന്തായാലും വന്നതല്ലേ, ഇനി നീ ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ടിട്ട് പോയാ മതി. അതുവരെ നീ എവിടെ താമസിക്കുന്നു ഞാൻ പറയാം. വാടിയുടെ തൊട്ടുപോകരുത് അവിടെ. മോർ നിൽക്കല്ലേ. ഈ സ്ത്രീ ഞങ്ങളെ പെറ്റിട്ടതാ. അവരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ തന്റെ ആവശ്യമില്ല. എന്നോട് പുറത്ത് ഇറങ്ങാൻ. ഇങ്ങോട്ടാ, ഇങ്ങോട്ട് പുറത്തിറങ്ങ, ഇറങ്ങി പോവാൻ.